തിങ്കിലെ എക്സാം ഇതിനെക്കാട്ടും എത്രയോ ടഫാണ് ഡ്രോയിങ്ങിൻ്റെ. അതുകൊണ്ട് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. വീക്കിലി എക്സാംസ് തന്നുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു പ്രാക്ടീസായി തോന്നി പെട്ടെന്ന്. എനിക്ക് കട്ട് ഓഫിൻ്റെ നല്ല പേടിയുണ്ട്. ഇത് എക്സാം ഈസി ആണോ ടഫാണോ എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, അപ്പോൾ എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ? നല്ല കുഴപ്പമില്ല, നല്ലതായിരുന്നു, വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് കഴിഞ്ഞു. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഓവറോൾ എക്സാം? കുഴപ്പമില്ല, പിന്നെ ചെയ്തിട്ടുണ്ട്, പറ്റുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി എക്സാം ആയിരുന്നു. NID-നെക്കാട്ടി നല്ല ഈസി. സോ NID നിങ്ങൾക്ക് ടഫായിരുന്നു? ട്വിസ്റ്റ് ആയിരുന്നു. ഓക്കെ, ഇത് കുറച്ചുകൂടെ പ്രഡിക്റ്റബിൾ ആയിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല. ആപ്റ്റിറ്റ്യൂഡ് കുഴപ്പമില്ല, നല്ല സിമ്പിൾ എക്സാം ഒക്കെ തന്നെയായിരുന്നു. പ്രൊഡക്റ്റ് പിന്നെ ഞാൻ യെസ്റ്റർഡേ എക്സാം കറക്റ്റ് പ്രൊഡക്റ്റ് ഡിസൈൻ തന്നെ കറക്റ്റ് എനിക്ക് ചെയ്തത് അതേ സാധനം തന്നെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഈസി ആയി തോന്നി. അതുകൊണ്ട് 20 മിനിറ്റ് കൊണ്ട് പ്രൊഡക്റ്റ് ഡിസൈൻ പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ സീൻ ഡ്രോയിങ് കുറച്ച് ടൈം എടുത്തു ചെയ്യാൻ. വേറെ ഓക്കെ ആയിരുന്നു. ഡ്രോയിങ് കുറച്ച് ഇതായി. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റിയോ? ഒട്ടുമിക്കതും അറ്റൻഡ് ചെയ്യാൻ പറ്റിക്കണം. എനിക്കും അത്ര കുഴപ്പമൊന്നുമില്ല, പക്ഷേ ലൈക്ക് എനിക്ക് കട്ട് ഓഫിൻ്റെ നല്ല പേടിയുണ്ട്. ഇത് എക്സാം ഈസി ആണോ ടഫാണോ എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ടഫാണെങ്കിൽ കുഴപ്പമില്ല, ഈസി ആണെങ്കിൽ അത് കുഴപ്പമാണ്. കട്ട് ഓഫ് കൂടും. ഈ മാത്സ് പാർട്ടൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ഈസി ആയിരുന്നു. കാൽക്കുലേഷൻസ് ഒന്നും ഹൈ ഇല്ലായിരുന്നു. പാർട്ട് ബിയിൽ ടൈമിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്, പക്ഷേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഡ്രോയിങ്ങിനാണോ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡാണോ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഏതാണ് ഈസി ആയിട്ട് തോന്നുന്നത്? ആപ്റ്റിറ്റ്യൂഡാണ് ഒന്നുകൂടെ നല്ലത്. ആപ്റ്റിറ്റ്യൂഡ്. ഡ്രോയിങ്. ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡ്രോയിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നത്? അത് മറ്റേ പെർസ്പെക്റ്റീവ് ഡ്രോയിങ്ങും ഉണ്ടായിരുന്നു, സീൻ ഡ്രോയിങ്ങും ഉണ്ടായിരുന്നു, പിന്നെ പ്രൊഡക്റ്റ് ഡിസൈൻ. ആപ്റ്റിറ്റ്യൂഡ് കുറച്ചുകൂടി ഓക്കെ, സിമ്പിളായി ആയിരിക്കും അറ്റൻഡ് ചെയ്യാന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ്. ഭയങ്കര ട്വിസ്റ്റഡ് എന്നല്ല ഉണ്ട്, എന്നാലും കുറച്ച് കൗണ്ടിങ് ലോജിക്കൽ ടൈപ്പ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ്. മാത്സ് കുറവായിരുന്നു. പിന്നെ ഡ്രോയിങ് കുഴപ്പമുണ്ടായിരുന്നു. നമ്മൾ പ്രീവിയസ് ഇയറിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ തന്നെ മോസ്റ്റ്ലി അതെല്ലാം റിലേറ്റ് ആയിട്ടുള്ളതാണ് വന്നത്. അത് പറഞ്ഞ പോലെ തന്നെ ഈസി ആയിരുന്നു, നോൺ വെർബൽ ആയിരുന്നു. പിന്നെ മാത്സ് വലുതായിട്ടില്ലാത്തതിനെ കൊണ്ട് ടെൻഷൻ ഇല്ലാണ്ട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു ടെൻഷൻ വരുള്ളൂ, അതില്ലാണ്ട് പോയി. പിന്നെ ഡ്രോയിങ് ടൈം കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. ആപ്റ്റിറ്റ്യൂഡ് നോൺ വെർബൽ തന്നെ കൂടുതലുണ്ടായി, അതുകൊണ്ട് നല്ല ഈസി ആയി. പിന്നെ ഡ്രോയിങ്ങിൽ നമുക്ക് സീൻ ഡ്രോയിങ്ങിന് അധികം സ്പെസിഫിക്കേഷൻ ഒന്നും തന്നില്ല, അതുകൊണ്ട് വരക്കാൻ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഒരു സിമ്പിൾ സീനാണല്ലേ, ഒരു ഡോഗിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആയതുകൊണ്ട് അധികം ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാൻ അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഈസി ആയിരുന്നു. അങ്ങനെ ഡ്രോയിങ്ങിന് നോക്കിയാൽ ഞാൻ ടൈമിൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര എനിക്ക് കുഴപ്പമൊന്നും വന്നില്ല ടൈം മാനേജ്മെൻറ്റിൽ. ലൈക്ക് ഞാൻ അത്ര ഭയങ്കര യുണീക്കായിട്ട് ഡിസൈൻ ചിന്തിക്കേണ്ട വിചാരിച്ചത്. ലൈക്ക് പ്രസൻറ്റേഷനും പിന്നെ ഡിസൈൻ രണ്ടും നോക്കിയിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ആപ്റ്റിറ്റ്യൂഡ് സത്യം പറഞ്ഞാൽ നല്ലതായിരുന്നു തോന്നി. പിന്നെ ഞാൻ നാറ്റ് പിന്നെ റിവൈസ് ചെയ്താൽ വന്നേരോ എനിക്കൊരു ആൻസർ കിട്ടി, പക്ഷേ എനിക്കത് ടൈമിൽ എഴുതാൻ പറ്റിയില്ല. ലൈക്ക് എൻ്റർ ചെയ്യാൻ പോകുമ്പോൾ ആൻസർ അത് സ്ക്രീന് ഡ്രോയിങ് എത്തി. അപ്പോൾ 4 മാർക്ക് അങ്ങനെ പോയി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എൻ്റർ ചെയ്യുമ്പോഴേക്ക് പോയി. സെക്കൻഡ്സിൻ്റെ വാല്യൂ അപ്പം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലേ? ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞ പോലെ തന്നെ അവസാനത്തെ സെക്കൻഡിൽ ഒന്ന് കിട്ടി, പക്ഷേ ഇത്തിരി 2 സെക്കൻഡ്സ് എങ്ങാനുള്ളപ്പോൾ അപ്പോഴത്തേക്ക് ആൻസർ അടിച്ച് വെച്ച് സേവ് ആക്കിയെന്ന് തോന്നുന്നു. പിന്നെ പാർട്ട് ബിയിൽ എല്ലാം കംപ്ലീറ്റ് ചെയ്ത്, പക്ഷെ എൻ്റെ ഫസ്റ്റ് സീൻ ഡ്രോയിങ്ങിൽ ഒരു 10 മിനിറ്റ്സ് എക്സ്ട്രാ എടുത്തിന്. 50-50 അല്ലേ, എൻ്റെ ഏതാണ്ട് ഒരു 40 മിനിറ്റ്സ്. അപ്പോൾ അവസാനം ഒരു 15 മിനിറ്റ്സ് ഡ്രോയിങ്ങിന് ഉണ്ടായിട്ടുള്ളൂ, മറ്റേതിന് 5 മിനിറ്റ്സ് തിങ്കിങ്ങിനെല്ലാം പോയി. അതുകൊണ്ട് സെക്കൻഡ് ഡ്രോയിങ്ങിന് കുറച്ച് ക്വാളിറ്റി കുറവുണ്ടായിരുന്നു അവസാനം. ബട്ട് മോശമില്ല. ഫസ്റ്റ് ഡ്രോയിങ്ങിന് ക്യാച്ചിങ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ പാർട്ട് ഈസി ആയിരുന്നു. ഈസി എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ബട്ട് ചിലതെല്ലാം ഈസി ആയിരുന്നു, മെജോറിറ്റി ഈസി. പക്ഷേ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഈസി ആയിരുന്നല്ലേ? എക്സ്പെക്ട് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് ലെവൽ കൂടിയായിരുന്നു. ഡ്രോയിങ് സാധാരണ ഒരു സീൻ ഡ്രോയിങ്ങും ഒരു പ്രൊഡക്റ്റ് ഡിസൈനാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തതും അതായിരുന്നു. സോ എന്തൊക്കെയാണ് ചോദിച്ചത് ഡ്രോയിങ്ങിൽ? അവർ ചോദിച്ചത് ഒരു 8-year-old ചൈൽഡ് അവൻ്റെ പട്ടീനെ കൊണ്ട് പാർക്കിൽ നടക്കുമായിരുന്നു. ആൻഡ് ബേസിക്കലി പട്ടീൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നായിരുന്നു വരക്കേണ്ടത്. എന്തോ ശബ്ദം വന്നുകൊണ്ട് പട്ടി തിരിഞ്ഞു നോക്കി എൻ്റെ കുട്ടീനെ നോക്കുമായിരുന്നു. അപ്പോൾ അതായിരുന്നു ബേസിക്കലി അത്രേ ഉണ്ടായിട്ടുള്ളൂ സീൻ ഉണ്ട് ഇതിൽ. ആക്ച്വലി ഡിസ്ക്രൈബ് ചെയ്തത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ, ബട്ട് എക്സാക്ട്ലി എന്താണ് ആ സൗണ്ട് എന്നുള്ളത് നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ട് നമ്മൾ വരക്കണം ബാക്കി ഡീറ്റെയിൽസ് അല്ലേ. എന്ത് സൗണ്ട് കേട്ടിട്ടായിരിക്കും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവുക എന്നുള്ളത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നല്ലോ. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്രൊഡക്റ്റ് ഡിസൈൻ ആയിരുന്നോ അതോ ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചോ? പ്രൊഡക്റ്റ് ഡിസൈൻ തന്നെയായിരുന്നു. പ്രൊഡക്റ്റ് ഡിസൈനിൽ നമുക്കൊരു ടോയ്ലറ്ററി
പ്രോഡക്റ്റ് നമുക്ക്, അതായത് ഓർഗനൈസ് ചെയ്യാൻ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് എടുക്കേണ്ട ബേസിക് നെസസിറ്റീസ്, നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ട്രെയിനിലൊക്കെ യൂസ് ചെയ്യേണ്ട ഇങ്ങനത്തെ സാധനങ്ങൾ ക്യാരി ചെയ്തിട്ട് നമുക്ക് ഈസിലി എടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ്. ഓക്കെ, എങ്ങനെ ചെയ്തോ രണ്ടും നന്നായിട്ട് ചെയ്തു. ക്വാളിറ്റി സെക്കൻഡിന് കുറവാണ്, ഫസ്റ്റ് വൃത്തിക്ക് ചെയ്തതിന് രണ്ടും കുഴപ്പമില്ലായിരുന്നു. എനിക്ക് പെർസ്പെക്റ്റീവ് ആണ് കൂടുതൽ ഇഷ്ടമായത്. എനിക്ക് പ്രോഡക്റ്റ് ഡിസൈനർ. ഓക്കെ, മാത്സ് ഒക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. മാത്സ് ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു പൊതുവെ, മീൻസ് യൂസ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ മാത്സ് കുറച്ച് കുറവായിരുന്നു, വല്ലാതെ വന്നിട്ടില്ല. ജി കെ ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്, ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ. കൂടുതൽ പെയിൻറ്റിങ് ഒരു 4 ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, അതൊറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്, പക്ഷേ 4 വന്ന് ചോദിച്ചു. അത് 2025 പേപ്പർ വെച്ച് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു ഓവറോൾ? അതിനെക്കാട്ടും ഒരു ചെറിയ ലൈക്ക് ഏകദേശം സെയിം ആയിരുന്നു, ബട്ട് ജസ്റ്റ് ഒരു മേ ബി ലിറ്റിൽ ബിറ്റ് ഈസി അല്ല കൂടുതൽ ടഫ്, ജസ്റ്റ് വെരി ലിറ്റിൽ. ഓക്കെ, സോ ഏറെക്കുറെ സിമിലർ ആയിരുന്നു. ഒരു 2-3 വന്നിരുന്നു. ഒരു ട്രയാങ്കിളിൻ്റെ ഇതിൽ വന്നിരുന്നു, പിന്നെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു സെയിം ക്വസ്റ്റ്യൻ തന്നെ പ്രീവിയസിൽ വന്നിരുന്നു. സെയിം ഒരു ബിൽഡിങ്ങിൻ്റെ തന്നിട്ട് അതിൻ്റെ ഷാഡോ നോക്കിയിട്ട് അത് ക്വസ്റ്റ്യനിൽ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് കാണിച്ചിട്ട് ഷാഡോയിൽ നോക്കിയിട്ട് നമ്മൾ ചെയ്യാൻ, അത് കറക്റ്റ് പ്രീവിയസ് ഇയറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സെയിം ഒരു കുറച്ചും കൂടി എളുപ്പമായിരുന്നു പറയാം. ഈസി ആയിരുന്നു. അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഏകദേശം ഇഞ്ചോടിഞ്ച് നിൽക്കുന്ന വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. എല്ലാം സൂപ്പർ ഈസി ആയിട്ട് തോന്നി. അധികം മാത്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് പിന്നെ സ്ട്രെസ് ഇല്ല. ഓക്കെ, കൂടുതൽ ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? തിങ്കിലും മോക്ക് എക്സാംസ് ഒക്കെ കുറേ അറ്റൻഡ് ചെയ്തല്ലോ. എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു ഈ ഒരു എക്സാം എഴുതുന്നത്? ടൈം മാനേജറിനൊക്കെ നമുക്ക് കുറച്ച് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഒക്കെ മോക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു 20-30 ക്വസ്റ്റ്യനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ലാസ്റ്റ് മോക്കൊക്കെ ആയപ്പോഴേക്കും സ്പീഡ് കൂടി, അപ്പോൾ അത് യൂസ്ഫുൾ ആണ്. ടൈം മാനേജ് ചെയ്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയല്ലേ? എനിക്ക് മോസ്റ്റ്ലി ഡ്രോയിങ് പാർട്ടിലാണ് ഭയങ്കരമായിട്ട് അത് ഇമ്പാക്റ്റ് ചെയ്തത്. കാരണം 1 hourനുള്ളിൽ 2 ഡ്രോയിങ്, അതും ഡീറ്റെയിലിംഗ് കൊടുക്കണം, നമ്മൾ ഐഡിയേറ്റ് ചെയ്യണം, ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യണം. അപ്പോൾ അതെല്ലാം ഓവറോൾ ആദ്യമൊന്നും നടന്നിട്ടുണ്ടായിട്ടില്ല. ഒരു 2 മണിക്കൂറിൽ എനിക്ക് എങ്ങനെയെങ്കിലും വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രാക്ടീസ് ചെയ്ത് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് ഈ ഒരു 1 hourനുള്ളിൽ ഇപ്പോൾ ഒരു പക്കയായിട്ടുള്ള 2 ഡ്രോയിങ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ തിങ്കുന്ന ഇട്ട ക്വസ്റ്റ്യൻസ് സെയിം ലെവലാണ് ഇവിടെ വന്നത്. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ വന്നില്ല, ഇവിടെ നിന്നല്ല ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല വരയ്ക്കുന്നതിൽ. എനിക്ക് തിങ്കിലെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന അതേ ഫീൽ തന്നെ ഉണ്ടായി, പ്രത്യേകിച്ച് ആപ്റ്റിറ്റ്യൂഡ്. പിന്നെ ഡ്രോയിങ്ങും ആ മോക്ക് ടെസ്റ്റ് നല്ല ഇതുണ്ടായിരുന്നു, എന്താ യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ തന്നെ ഇങ്ങനെ ഹാഫ് ആൻ അവർ ആ ഒരു സീൻ കണ്ടപ്പോൾ ഞാൻ ഇത്രയും നേരം കൊണ്ട് ഇത്ര വരച്ചോ എന്നുള്ള ഒരു ഇതുണ്ടായി. നല്ല യൂസ്ഫുൾ ആയിരുന്നു മോക്ക് ടെസ്റ്റ്. വീക്കിലി എക്സാംസ് തന്നുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു പ്രാക്ടീസായി തോന്നി. പെട്ടെന്ന് ആദ്യമൊക്കെ നമുക്കൊരു ചടപ്പ് ഇങ്ങനെ ഒരു ഇത് തോന്നിയിരുന്നു, ലാഗുമായിരിക്കും. പിന്നെ ഇങ്ങനെ ചെയ്ത് വന്നപ്പോൾ ഭയങ്കര സിമ്പിളായി തോന്നി. ആ ഡ്രോയിങ്ങിൻ്റെ കാര്യത്തിൽ എക്സാം നല്ല ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നന്നായി റെഡിയായി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡും കുറേയൊക്കെ പെയിൻറ്റിങ്ങിൻ്റെ എല്ലാം ചോദിച്ചതന്നെയാണ് ചോദിക്കുന്നത് യൂസ്ഡ്. ആപ്റ്റിറ്റ്യൂഡൊക്കെ പഠിപ്പിച്ച് തന്നെയാണ് വന്നത്. ഡ്രോയിങ്ങും അതെ ഇന്നലെ ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇന്ന് വന്ന് സുഖമായിട്ട് എഴുതാൻ പറ്റി. എന്തായാലും ഒറ്റ കാര്യം പറയാൻ, തിങ്കിലെ ക്വസ്റ്റ്യൻ പേപ്പറിനേക്കാളും എളുപ്പമായിരുന്നു മോഡൽ ക്വസ്റ്റ്യനേക്കാളും. കഴിഞ്ഞ അറ്റംപ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരുന്നു. തിങ്കിലെ എക്സാം ഇതിനെക്കാട്ടും എത്രയോ ടഫാണ് ഡ്രോയിങ്ങിൻ്റെ, അതുകൊണ്ട് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഇത്രയേ ഉള്ളൂ. ഇത്ര ഒരു 3 ലൈൻ പാരഗ്രാഫ് സീന് തിങ്കില് മോക്ക് കാണുമ്പോൾ കാണാം നമുക്ക് 4-5 പാരഗ്രാഫ് പോലെ ഉണ്ടാവും, കുറേ ഡീറ്റെയിൽസ് ഉണ്ടാവും. അത് വായിച്ചെന്നിട്ട് ഇരിക്കുമ്പോൾ 15 മിനിറ്റ് ആവും കോംപ്രിഹെൻഡ്. ഇവിടെ ഞാൻ നോക്കി ഇത്രേ ഉള്ളൂ വിചാരിച്ചു, അതന്നെ സത്യം. ലൈക്ക് 3 ലൈനേ ഉള്ളൂ. ഒരു കുട്ടിയുണ്ട്, പട്ടി പിടിച്ച് ഓരുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ അതൊരു ട്രാപ്പായിട്ട് തോന്നിയോ? സാധാരണ ക്വസ്റ്റ്യൻസ് ഈസി ആവുമ്പോൾ അപ്രോച്ച് ചെയ്യുന്നത് അത്ര യൂണീക്ക് ആവില്ല നമ്മൾ. സാധാരണ ലാസ്റ്റ് ലൈൻ വായിച്ചു നോക്കി. ഓക്കെ, ഡോഗിന്റെ പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ ട്വിസ്റ്റായി. ഓക്കെ, പിന്നെ ഒരു ട്വിസ്റ്റ് എന്ന് വെച്ചാൽ സാധാരണ എല്ലാവരും നമ്മൾ റൂൾ ഓഫ് തേർഡ്സ് വെച്ചിട്ട് യൂസ് ടു ആയിരുന്നു. പിന്നെ ഇത് നേരെ പറഞ്ഞ് ആൾക്കാരെ നോക്കുന്നുണ്ട്, അപ്പോൾ ആൾ സെൻട്രലായിരിക്കും. അപ്പോൾ അതൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ ഒരാൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ആൾ സെൻട്രലായിരിക്കും എന്നൊക്കെ ഓർമ്മ വന്നു. അത് സാറിനോട് ചോദിച്ചൊരു ഡൗട്ട് ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകം ഓർമ്മയുണ്ട്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു മോക്ക് ടെസ്റ്റ്? കൊണ്ട് ഞാൻ ഫുൾ കോഴ്സ് അല്ലായിരുന്നു, അവസാനം ക്രാഷ് കോഴ്സ് കൊടുത്തായിരുന്നു. പാർട്ട് എയിലായിരുന്നു കൂടുതൽ ഹെൽപ്പ് വന്നത്. എനിക്ക് തിങ്കിങ് എല്ലാം കുറച്ചുണ്ട്. പാർട്ട് ചെയ്യാൻ ടഫായിരുന്നു ഇത് തിങ്കിൻ്റെ മോക്ക് എക്സാംസ് ഇത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അതുകൊണ്ട്
നല്ലൊരു സെമിനാർ പറ്റി. ഓവറോൾ ടൈം മാനേജ് ചെയ്യാൻ പറ്റിയായിരുന്നോ? ആ ടൈം മാനേജ്മെൻറ്റ് ഓക്കെ ആയിരുന്നു. കംപ്ലീറ്റ്ലി എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? ഫുള്ള് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, പക്ഷേ വൃത്തിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഡ്രോയിങ് ലാസ്റ്റിലേക്ക് കുറച്ച് ടൈം ഇഷ്യൂ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ടൈം മാനേജ്മെൻറ്റ്? അല്ലേ 2 പാർട്ട് ഒരു 5 മിനിറ്റ്സ് മുമ്പേ തീർക്കാൻ പറ്റി. കുഴപ്പമൊന്നുമില്ല, ടൈം മാനേജ് ചെയ്യാൻ പറ്റി. ഏതെങ്കിലും പോർഷനിലേക്ക് ഏതെങ്കിലും പാട്ട് കുറച്ചും കൂടി ടൈം വേണമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയായിരുന്നോ? മറ്റേ ഫസ്റ്റ് നാറ്റിൽ 2-3 സ്റ്റെപ്പ് MCK കുറച്ചും കൂടി ടഫായിരുന്നു. ഞാൻ മിസ്റ്റേക്ക് ചെയ്തുകൊണ്ട് 15 മിനിറ്റിൽ ചെയ്ത്. ഓക്കെ, അപ്പോൾ അതൊരു മിസ്റ്റേക്ക് വരുത്തി, അതുകൊണ്ട് രണ്ടും പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു. പക്ഷേ ആക്ച്വലി ആ പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റിയത് എനിക്ക് തോന്നുന്നു ഡ്രോയിങ് അത്യാവശ്യം സ്പീഡ് ആയതുകൊണ്ടായിരിക്കാം. അല്ലാത്തൊരാളായിരുന്നെങ്കിൽ അത് അവിടെ ഇടേണ്ടി വന്നേനെ മേ ബി. ആക്ച്വലി ഞാൻ ഇതുവരെ ചെയ്ത് കുറേ പ്രാക്ടീസ് ചെയ്തിരുന്നു. എല്ലാ പ്രാവശ്യവും എൻ്റെ സീൻ ഡ്രോയിങ് ടൈമിൽ കംപ്ലീറ്റ് ആവലില്ല. പ്രാവശ്യം 1 പോയിന്റിൽ ചെയ്തുകൊണ്ട് അത് തീർന്നു. ഓക്കെ, എങ്ങനെയായിരുന്നു ഇതിനായിരുന്നു കൂടുതൽ സമയം എടുത്തത്? കൂടുതൽ പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൂടുതൽ സീൻ നൽകി കൊടുത്ത്. അതൊരു കുഴപ്പമില്ല, ഞാൻ വെറുതെ ഒന്ന് കൊടുത്തതാണല്ലോ. സീൻ കഴിഞ്ഞു, പക്ഷെ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്കെന്തോ ഒരു കുറവ് തോന്നുന്നുണ്ട്. 1 പോയിന്റ് ചെയ്യുമ്പോൾ എനിക്കെന്തോ ഒരു ആൻസൈറ്റി ഉണ്ടാവും. ഇതിലെന്തോ കുറവുണ്ടല്ലോ, ഡൈനാമിക് ആണോ, ഇത് രസമാണ്. ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും 1 പോയിന്റിൽ ചെയ്യുമ്പോൾ. അപ്പോൾ അത് കാരണം കുറച്ച് ഒരു 5 മിനിറ്റ് കുറച്ചുകൂടി കൊടുത്ത് ആ ഷാഡോസ് എല്ലാം ഒന്നുകൂടി ഷെയ്ഡ് ചെയ്ത് 5 മണിയാണ് ഇങ്ങോട്ടാണ് ഷാഡോ. പിന്നെ പ്രൊഡക്റ്റിലേക്ക് പോയി. പ്രൊഡക്റ്റ് ഞാൻ ആദ്യം ഒരു മോഡൽ ഡിസൈൻ വരച്ചിട്ടുണ്ടേന്. പിന്നെ ഞാൻ സീനിൽ കയറിയത് ഒരു റഫ് സ്കെച്ച് ഇട്ടിട്ട് പിന്നെ ഞാൻ സീനിൽ കയറി. അപ്പോൾ പ്രൊഡക്റ്റിന് സ്കെച്ചിൽ ഞാൻ ഐഡിയേഷൻ ചെയ്യാൻ ടൈം എടുത്തില്ല. അപ്പോൾ ഡയറക്റ്റ് ഞാൻ പ്രൊഡക്റ്റ് സ്കെച്ച് തുടങ്ങി. സോ ഈ 2 ക്വസ്റ്റ്യൻസിൽ ഇപ്പോൾ നമുക്കറിയാം 1 hour ആണ് ഡ്രോയിങ്ങിന് വരുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂം ചെയ്തത് ഏതിനായിരുന്നു? സീൻ ഡ്രോയിങ്ങിനാണോ അതോ പ്രൊഡക്റ്റ് ഡിസൈനാണോ? എനിക്ക് സീൻ ഡ്രോയിങ്ങിനാണ് സീൻ ഡ്രോയിങ് ആണ്. ടൈം എടുത്തത്. ഓക്കെ, എനിക്കും സീൻ ഡ്രോയിങ് ആണ് ടൈം എടുത്തത്. ഞാൻ 2 ഈക്വലായിട്ട് 30 മിനിറ്റ്സിലാണ് 2 ചെയ്തത്. ഓക്കെ, ½ an hour വെച്ചിട്ട് 2 സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, സീൻ ഡ്രോയിങ്ങിന് ഏതാണ്ട് എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു 40 മിനിറ്റ്സ് എടുത്തിന്. പിന്നെ മറ്റേതിനൊരു 5 മിനിറ്റ്സ് ഐഡിയേഷനും കൂടി കഴിയുമ്പോൾ 15 മിനിറ്റ്സ് ആ ഒരു ടൈമേ ഉണ്ടായിട്ടുള്ളൂ പ്രൊഡക്റ്റ് ഡിസൈൻ. പിന്നെ ഈ ഒരു എക്സാം നിങ്ങൾ എങ്ങനെ റേറ്റ് ചെയ്യും? എത്ര ഔട്ട് ഓഫ് 10 എത്ര റേറ്റ് ചെയ്യും? ഒരു 8. 7, 8. 7. ഒരു 8. 7, 8. 8.5 എല്ലാവരും 8. 8.5 ഒക്കെ കൊടുക്കാം. 7.5. 7 ഒരു 6.5 കൊടുത്തു. 6.5. 7 7. ഒരു 6-7. 6 to 7. ഓക്കെ, യെസ്, താങ്ക് യു.